നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ അമ്പഴങ്ങിയെക്കുറിച്ചാണ്. തെക്കേ ഏഷ്യയും ഉഷ്ണമേഖല അമേരിക്കയുമാണ് അമ്പഴങ്ങിയുടെ ജന്മദേശം. അനാർഡിയേസി കുടുംബത്തിൽപ്പെടുന്ന ഈ ഫലം പുരാതന കാലം മുതൽക്കേ നാടൻ അച്ചാറുകൾക്കും ഔഷധങ്ങൾക്കും കേരളത്തിൽ ഉപയോഗിച്ചു വരുന്നു. അമ്പഴങ്ങിയുടെ പ്രധാന ചരിത്രവും സവിശേഷതകളുമാണ് ഈ പറയാൻ പോകുന്നത്. ശാസ്ത്രീയ നാമം സ്പോണ്ടിയ സ്പിന്നാറ്റ എന്നാണ് നാടൻ അമ്പഴത്തിൻ്റെ ശാസ്ത്രീയ നാമം. മധുരമുള്ള വിദേശ ഇനങ്ങളെ സ്പോണ്ടിയാസ് ഡൾസിസ് എന്നും വിളിക്കുന്നു. പേരിന് പിന്നിൽ ഇംഗ്ലീഷിൽ ഹോങ് പ്ലം എന്നാണ് ഇതിൻ്റെ പേര്. പന്നികൾ ഈ പഴങ്ങൾ ഇഷ്ടപ്പെടുന്നതിനാലാണ് ഈ പേര് വന്നത്. നല്ല ഇലപ്പടർപ്പോടെ ശാഖകളായിട്ട് വളരുന്ന പ്രകൃതം. ചെറിയ ഇലകൾക്ക് വേപ്പിലയോട് സാമ്യമുണ്ട്. വേനൽക്കാലത്ത് പലതവണ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന മധുരിക്കുന്ന അമ്പഴത്തിൻ്റെ ശാഖാ അഗ്രങ്ങളിൽ കലകളായാണ് കായ്പിടുത്തം. പഴങ്ങൾ മഞ്ഞ, ചുവപ്പ് നിറങ്ങളുണ്ടാകുന്ന മധുര അമ്പഴങ്ങ ഇനങ്ങളുമുണ്ട്. മധുര അമ്പഴത്തിൻ്റെ പഴങ്ങൾ നേരിട്ട് കഴിക്കാം. പഴക്കാമ്പിനുള്ളിൽ ചെറിയ വിത്തും അവയെ പൊതിഞ്ഞ് ചെറുനാരുകളും ഉണ്ടാവും. ധാരാളം പോഷകങ്ങൾ നിറഞ്ഞ പഴങ്ങളിൽ നിന്ന് ഭക്ഷ്യസാധനങ്ങൾ നിർമ്മിക്കുകയും ആവാം. മധുര അമ്പഴത്തിൻ്റെ ഒട്ടുതൈകൾ നട്ടു വളർത്തിയാൽ 2-3 വർഷത്തിനുള്ളിൽ പൂത്ത് ഫലം വന്നു തുടങ്ങും. നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന വെള്ളക്കെട്ട് ഇല്ലാത്ത പുതുമണ്ണും മധുര അമ്പഴ കൃഷിക്ക് ഉപയോഗപ്പെടുത്താം. 1/2 മീറ്റർ നീളവും താഴ്ചയുമുള്ള കുഴികളെടുത്ത് ജൈവവളങ്ങൾ ചേർത്ത് അമ്പഴത്തൈകൾ നടാം. ഒട്ടുതൈകളുടെ യഥാർത്ഥ മുകുളം മാത്രം വരാൻ അനുവദിക്കുകയും മറ്റു തലപ്പുകൾ അടർത്തി കളയുകയും വേണം. നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രമാണ് ഇനി പറയാൻ പോകുന്നത്. പഴയ തലമുറയിലെ മലയാളികൾ അച്ചാർ ഇടാനായിട്ട് പുളിരസമുള്ള നാടൻ അമ്പഴങ്ങകൾ ധാരാളമായിട്ട് ഉപയോഗിച്ചു വരുന്നു. ഇപ്പോൾ പുളിയേക്കാൾ മധുരവും വലുപ്പവുമുള്ള വിദേശ ഇനം അമ്പഴങ്ങകളും കേരളത്തിൽ കൃഷി ചെയ്യുന്നുണ്ട്. അമ്പഴങ്ങയുടെ ആരോഗ്യ ഗുണങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. വിറ്റാമിൻ സി, ഇരുമ്പ് എന്നിവയാൽ സമ്പുഷ്ടമാണ്. മുടി വളരുന്നതിനും ദഹന പ്രക്രിയ മെച്ചപ്പെടുത്തുന്നതിനും ചർമ്മ സംരക്ഷണത്തിനും പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിൽ അമ്പഴങ്ങ ഉപയോഗിക്കുന്നു. അപ്പോൾ അമ്പഴങ്ങയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഞാൻ വീഡിയോയിൽ പറയുന്നത് നേരത്തെ ഇരുമ്പിപ്പുളിയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തായിരുന്നു. അങ്ങനെ പഴങ്ങളെക്കുറിച്ചുള്ള വീഡിയോസും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്ലാന്റ്സും ഒക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. കുരുവില്ലാത്ത ചാമ്പയ്ക്ക, കുരുവില്ലാത്ത ഞാവൽ,
പിന്നെ കുരുവില്ലാത്ത നാരകത്തിൻ്റെ പ്ലാന്റ്സ് ഇതെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. അന്നേരം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക.